വാളയാർ ആൾക്കൂട്ട കൊലപാതകത്തിൽ പോലീസിന് തുടക്കത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ്. കേസുകൾ ഉൾപ്പെടെ കൂടുതൽ പേരെ പിടികൂടുന്ന നടപടിയിലേക്ക് ആദ്യത്തെ 2 ദിവസം പോലീസ് കടന്നില്ല. അതിനൊപ്പം തന്നെ ഈ പ്രതികളെയൊക്കെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്യും. റിമാൻഡിലുള്ള 5 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ SIT നീക്കം തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിന്റെ അപ്ഡേറ്റ് കൂടി നമ്മുടെ അജിത്തും കൂടി നമുക്കൊപ്പം ഉണ്ട് ഇപ്പോൾ തത്സമയം. അജിത്തെ, ഗുഡ് മോർണിംഗ്. ഈ വാളയാർ സംഭവവുമായി ബന്ധപ്പെട്ട് വാളയാറിലെ ആൾക്കൂട്ട മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പുതിയൊരു അപ്ഡേറ്റ് കൂടി വന്നത്. ഈ പോലീസിന് തുടക്കത്തിൽ വീഴ്ച സംഭവിച്ചു എന്ന് പറയുന്നു. എന്താണ് വിലയിരുത്തൽ? എന്താണ് പുറത്തു വരുന്ന വാർത്തകൾ? സത്യലക്ഷ്മി, ഈ കേസിൽ ഇതുവരെ പിടിയിലായിട്ടുള്ളത് 5 പേരാണ്. പക്ഷേ 15ഓളം ആളുകൾ ഇതിൽ പങ്കെടുത്തു എന്നുള്ളതാണ് പോലീസിന്റെ തന്നെ സ്ഥിരീകരണമുള്ളത്. പക്ഷേ അവരെ കണ്ടെത്താൻ കഴിയുന്നില്ല. ഇത്ര ദിവസങ്ങളായിട്ടും കൂടുതൽ പേരെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം നടത്തുന്നത്. പോലീസിൽ നിന്ന് അന്വേഷണം ഏറ്റെടുത്തായിരുന്നു ഇത്തരത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഒരു കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂർ എന്ന് പറയുന്നത് ആദ്യ മണിക്കൂറുകളാണ്. തെളിവ് ശേഖരിക്കാനാണെങ്കിലും പ്രതികളെ കണ്ടെത്താനാണെങ്കിലും ഉൾപ്പെടെ. പക്ഷേ ഈ കേസിൽ ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് 5 പേരെ ഇത്തരത്തിൽ കണ്ടെത്തുന്നു, ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുന്നു. പക്ഷെ പിന്നീട് കൂടുതൽ നടപടികളിലേക്ക് കടന്നില്ല. അവിടെ വെച്ച് ഈ പോലീസിന്റെ നടപടികൾ അവസാനിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ഇതോടുകൂടി ഇതിൽ പങ്കെടുത്ത കൂടുതൽ ആളുകൾ എന്ത് ചെയ്തു? അവർ സംസ്ഥാനം ഉൾപ്പെടെ വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ കേസിൽ ഏറ്റവും നിർണായകമാകേണ്ടത് കുറച്ചധികം ആളുകൾ മൊബൈൽ ഫോണിൽ ഇത്തരത്തിൽ രാംനാരായണനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. അത് കണ്ടെത്താനും പോലീസിന് കഴിഞ്ഞില്ല. അവരുൾപ്പെടെ ഇപ്പോൾ ഫോൺ ഉൾപ്പെടെ മാറ്റിക്കൊണ്ടാണ് നാട് വിട്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസ് ഈ ആദ്യഘട്ടത്തിൽ കാണിച്ച അനാസ്ഥ കാരണം ഇപ്പോഴത്തെ SIT സംഘം തന്നെ വലിയ പ്രതിസന്ധിയിലാണ്. കാരണം തെളിവ് ശേഖരിക്കൽ ഉൾപ്പെടെ ഈ പ്രതികൾക്കായി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ പേരെ കണ്ടെത്താനായുള്ള അന്വേഷണം നടക്കുകയാണ്. ഇന്നലെ SITയുടെ സംഘം ഇത്തരത്തിൽ വാളയാറിലെത്തി കൂടുതൽ പേരിൽ നിന്ന് മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ സുപ്രധാനമായ ഈ കേസിലെ നിർണായകമാകേണ്ടിയിരുന്ന മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തിയത് പോലീസാണ്. ആ പോലീസ് അക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ കാണിച്ചതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് ഏതാണെങ്കിലും വിശദീകരിക്കേണ്ടി വരും പോലീസിന്. നിലവിൽ ഏതാണെങ്കിലും 5 പേരിൽ കൂടുതൽ ഒരാളെ പോലും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അറസ്റ്റ് ഏതാണെങ്കിലും കൂടുതൽ പേരിൽ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ പോലും ഈ തുടക്കത്തിൽ കാണിച്ച അനാസ്ഥ അതിപ്പോൾ അന്വേഷണത്തെ തന്നെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. ഓക്കെ അജിത്തെ, ശരി. അജിത് ബാബു ആണ് വിവരങ്ങളൊക്കെ നൽകിയത്. ഇതിൽ മാത്രമല്ല, അവിടെ ഈ ആക്രമണം ഉണ്ടായി മരണം സംഭവിച്ചതിന് ശേഷവും പിന്നീട് 3-4 മണിക്കൂർ കഴിഞ്ഞാണ് അവിടെ പോലീസ് എത്തുന്നത്. പോലീസ് എത്തിയിട്ടാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അപ്പോൾ തന്നെ ഈ വിവരം അറിയിച്ച ആളുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു, വിവരം അറിയിച്ചിട്ട് കുറച്ച് സമയമായി, പക്ഷേ എത്താനും ഇച്ചിരി വൈകിയെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പോലീസിന്റെ അന്വേഷണ വീഴ്ചകളും കൂടി വരികയാണ്, ആ കാര്യങ്ങൾ കൂടി പുറത്തു വരികയാണ്. അജിത്താണ് വിവരങ്ങൾ നൽകിയത്.